സ്നേഹം എന്നതിനേക്കാൾ ഹൃദയസ്പർശിയായ ഒരു വാക്ക് മനുഷ്യൻ്റെ നിഘണ്ടുവിലില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. എന്നാൽ ഇന്ന് സ്നേഹം കണ്ടെത്തുക എന്ന് പറയുന്നത് വളരെ ദുഷ്കരമായ ഒരു കാര്യമാണ്. ആത്മഹത്യാക്കുറിപ്പുകളിലൂടെ അതിൻ്റെ കുറിപ്പുകളെക്കുറിച്ച് പഠനം നടത്തിയ ഒരു സന്നദ്ധ പ്രവർത്തകൻ, അദ്ദേഹം കണ്ടെത്തിയ കണ്ടെത്തലുകൾ വളരെ വിചിത്രമാണ്. ഈ ആത്മഹത്യാക്കുറിപ്പുകളൊക്കെ എഴുതി വെച്ച മിക്കവാറും അല്ലെങ്കിൽ കൂടുതൽ ആൾക്കാരുടെയും പ്രശ്നം അവരെ സ്നേഹത്തോടെ ഒന്ന് നോക്കുവാൻ ഒരാളില്ലായിരുന്നു. ഒരു സ്നേഹത്തിൻ്റെ നല്ല വാക്ക് കേൾക്കാൻ കൊതിച്ചു, പക്ഷേ കേൾക്കാൻ അത് പറയാൻ ആളില്ലായിരുന്നു. സ്നേഹത്തിൻ്റെ ഒരു ഭാവപ്രകടനം പല കോണിൽ നിന്ന് പ്രതീക്ഷിച്ചു, അത് നൽകുവാനായിട്ട് ആളില്ലായിരുന്നു. പ്രിയപ്പെട്ടവരെ, സ്നേഹം കൊതിക്കുന്ന ഒരു മനസ്സ് എല്ലാ മനുഷ്യരുടെയും ഉള്ളിലുണ്ട്. എന്നാൽ ആത്മാർത്ഥമായി പ്രതിഫലേച്ഛ കൂടാതെ നമ്മളെ സ്നേഹിക്കുവാനായിട്ട് ആർക്കെങ്കിലും കഴിയുമോ? മനുഷ്യൻ്റെ സ്നേഹത്തിനെല്ലാം പരിമിതികളുണ്ട്, അതിൽ കുറവുകളുണ്ട്, അതിൽ തിരികെ പലതും പ്രതീക്ഷിക്കുന്നുണ്ടാവും. എന്നാൽ അങ്ങനെ അല്ലാത്ത ഒരു സ്നേഹം മാത്രമേ ഇന്ന് നമുക്ക് കണ്ടെത്താനായിട്ട് കഴിയുള്ളൂ. അത് ക്രൂശിലെ സ്നേഹമാണ്. യോഹന്നാന്റെ സുവിശേഷം 3:16 ഇങ്ങനെയാണ് പറയുന്നത്: തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കോണം ലോകത്തെ അത്രയ്ക്ക് സ്നേഹിച്ചു. സ്വർഗസ്വനായ പിതാവ് തൻ്റെ സ്നേഹം മനുഷ്യനോട് കാണിക്കുവാനിടയായി തീർന്നു. അതിൻ്റെ പൂർണ്ണത നമുക്ക് കാണാൻ സാധിക്കുന്നത് കാൽവറിലെ ക്രൂശിലാണ്. മനുഷ്യൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി കാൽവറിലെ ക്രൂശിൽ യേശുക്രിസ്തുവിനെ, ദൈവപുത്രനെ യാഗമാക്കിക്കൊണ്ടാണ് ആ സ്നേഹം പ്രകടിപ്പിച്ചത്. കാൽവറിലെ ക്രൂശിലേക്ക് നോക്കൂ, അവിടെ ഒരു മുഖം നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അതാണ് സ്നേഹത്തിൻ്റെ മുഖം. അവിടെ ചില മൊഴികൾ നിങ്ങൾക്ക് കേൾക്കാനായിട്ട് സാധിക്കും. അതാണ് സ്നേഹത്തിൻ്റെ മൊഴി. അവിടുത്തെ ഭാവപ്രകടനങ്ങൾ സൂക്ഷ്മമായി നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതാണ് സ്നേഹത്തിൻ്റെ ഭാവങ്ങൾ എന്ന് പറയുന്നത്. മനുഷ്യൻ പ്രതികാരത്തോടെ, കയ്പോടെ, കുറ്റപ്പെടുത്തലുകളോടെ ഒക്കെ നോക്കുമ്പോൾ, സംസാരിക്കുമ്പോൾ ഇവിടെ ഇതാ കരുണാർദ്ദമായ ആ നോട്ടം, അത് നിങ്ങളെ തേടുകയാണ്. വേറൊന്നും പ്രതീക്ഷിക്കുന്നില്ല. യേശുക്രിസ്തുവിനെ തകർത്തുകൊണ്ട് സ്വർഗത്തിലെ ദൈവം ഒരുക്കിയിരിക്കുന്ന ആ രക്ഷ അത് സ്വന്തമാക്കുവാൻ മനസ്സോടെ കർത്താവിനെ വിശ്വസിക്കാൻ നമുക്കിടയായി തീർന്നാൽ നമ്മുടെ ജീവൻ ധന്യമായി തീരും. ആ തീരുമാനത്തിലേക്ക് ആരും എത്തിയിട്ടില്ലെങ്കിൽ, നിങ്ങൾക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ലെങ്കിൽ അതിനുള്ളൊരു അവസരമാകട്ടെ ഈ ഗാനം. അടുത്ത ഗാനം പാടുന്നത് ഞങ്ങളുടെ യുവ സഹോദരൻ മാർക്കാണ്. ലാക്കാട്ടൂർ സഭയിലെ വ്യക്തിയാണ്. സ്നേഹത്തിൻ്റെ മുഖം എന്നാരംഭിക്കുന്ന ഗാനം നമുക്ക് ശ്രദ്ധിക്കാം. സ്നേഹത്തിൻ്റെ മുഖം ഞാൻ കണ്ടു കാൽവരി മലമേൽ. ദൈവസ്നേഹത്തിൻ്റെ നിറം ഞാൻ കണ്ടു കാൽവരി മലമേൽ. ത്യാഗത്തിൻ്റെ ധ്വനി ഞാൻ കേട്ടു, കരുണയിൻ മുഖം കണ്ടു കാൽവരി മലമേലങ്ങ, കാൽവരി മലമേൽ. സ്നേഹത്തിൻ്റെ മുഖം ഞാൻ കണ്ടു കാൽവരി മലമേൽ. ദൈവസ്നേഹത്തിൻ്റെ നിറം ഞാൻ കണ്ടു കാൽവരി മലമേൽ. മശിഹാരാജൻ അന്നാമലമേൽ പാടുകളേറ്റപ്പോൾ, മശിഹാരാജൻ അന്നാമലമേൽ പാടുകളേറ്റപ്പോൾ, തിരുക്കാൽ കരങ്ങൾ മൂന്നാണികളാൽ കരഞ്ഞു നിന്നപ്പോൾ, തിരുക്കാൽക്കരങ്ങൾ മൂന്നാണികളാൽ തറഞ്ഞു നിന്നപ്പോൾ, ഓ
ദൈവസ്നേഹത്തിൻ്റെ നിറം ഞാൻ കണ്ടു കാൽവരി മലമേൽ. മനുഷ്യപുത്രൻ അന്നാമലമേൽ രക്തം ചൊരിഞ്ഞപ്പോ, മനുഷ്യപുത്രൻ അന്നാമലമേൽ രക്തം ചൊരിഞ്ഞപ്പോ, മാനവ പാപം നീക്കിടുവാനായി തകർന്നു വീണപ്പോ, തകർന്നു വീണപ്പോൾ, ഓ സ്നേഹത്തിൻ്റെ മുഖം ഞാൻ കണ്ടു കാൽവരി മലമേൽ. ദൈവസ്നേഹത്തിൻ്റെ നിറം ഞാൻ കണ്ടു കാൽവരി മലമേൽ. ത്യാഗത്തിൻ്റെ ധ്വനി ഞാൻ കേട്ടു കരുണയിൻ മുഖം കണ്ടു കാൽവരി മലമേലന്ന കാൽവരി മലമേൽ. സ്നേഹത്തിൻ്റെ മുഖം ഞാൻ കണ്ടു കാൽവരി മലമേൽ. ദൈവസ്നേഹത്തിൻ്റെ നിറം ഞാൻ കണ്ടു കാൽവരി മലമേൽ.